മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബു സർ. ഓക്കെ മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് കുട്ടികൾക്കുള്ള സംശയമാണ്, സർ ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതൊക്കെ. മക്കളെ, ഈ പരീക്ഷയിൽ ക്വാർട്ടർലി എക്സാമിനേഷൻ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ വരാം. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാം, 2 മാർക്കിൻ്റെ പാരഗ്രാഫ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ തന്നെ വാക്യപരിമിതി വരാം, 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാഠം എന്ന് പറയുന്നത് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ എന്ന് പറയുന്ന ഒരു കവിതയ്ക്ക്, വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ്. ഈ ടിപ്പണിയിലൂടെ അദ്ദേഹം കവിതയുടെ വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇതിൽ നിന്ന് നാം പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഏതാണ് ചോദ്യം മക്കളെ? ഇതാണ് ചോദ്യം. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. അവശതയോടെ ഒരു മനുഷ്യൻ തളർന്നിരുന്നു പോയി, അഥവാ നിരാശയോടെ ഒരു മനുഷ്യൻ തളർന്നിരുന്നു പോയി എന്ന് പറയുന്ന കവിതാക്ക സാരാംശത്തിലേക്ക് ഈ സാരാംശത്തിൻ്റെ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ചോദ്യം ചോദിച്ചാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിച്ചാൽ അത്, 1 മാർക്കിൻ്റെ നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ, വാക്യപരിമിതി എന്നിവയെല്ലാം തന്നെ ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ മക്കളെ, എന്താണ് ഈ കവിതയുടെ സാരാംശം എന്ന് പറയുന്നത്? ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ എന്ന കവിതയുടെ സാരാംശം ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. इस कविता के രചയിതാവ് ശ്രീ വിനോദ് കുമാർ ശുക്ലജി ഹെ. വിനോദ് കുമാർ ശുക്ലജിയാണ് കവിത എഴുതിയത്, വിനോദ് കുമാർ ശുക്ലജിയാണ്. ഈ കവിതയ്ക്ക് ഏക് ടിപ്പണി ലിഖേ ഹുയി, ഒരു ടിപ്പണി എഴുതിക്കൊണ്ട് നരേഷ് സക്സേന ജീനെ, അപ്പൊ ടിപ്പണി എഴുതിയതാരാണ്? നരേഷ് സക്സേന ജീനെ. വ്യക്ത് കർത്ത ഹെ, ആ കവിത എഴുതിയതാരാണ്? വിനോദ് കുമാർ ശുക്ലജി. കവിതയ്ക്ക് ടിപ്പണി എഴുതിയാണ് ആരാണ്? നരേഷ് സക്സേന ജീനെ. വ്യക്ത കർത്തെ, അദ്ദേഹം ടിപ്പണി എഴുതിക്കൊണ്ട് വ്യക്തമാക്കുന്നു. കി എന്തെന്നാൽ ഹം കിസി വ്യക്തിക്കോ, നമ്മൾ ഏതൊരു വ്യക്തിയെയും എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഉൻകെ നാം, അയാളുടെ പേര്, പദേ അഡ്രസ്, ഉമ്മർ വയസ്സ്, ഓഹദെ പദവി, യാ അല്ലെങ്കിൽ ജാതി സേ ജാൻത്തെ, ജാതിയും കൂടെ മനസ്സിലാക്കിയിട്ട് അയാളെ എനിക്കറിയാമെന്ന് മനസ്സിലാക്കുന്നു. യഹ് ഗലത്ത് ഹേ, ഇത് ഗലത്താണ്, ഇത് തെറ്റാണെന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ വിനോദ് കുമാർ ശുക്ലയും ടിപ്പണി എഴുതിക്കൊണ്ട് നരേഷ് സക്സേനയും വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ്? അസലീമേ, സത്യത്തിൽ, ഹം കിസി വ്യക്തിക്കോ, നാം ഏതൊരു വ്യക്തിയെയും, ഉസ്കെ അയാളുടെ ഹതാശ, അവശതയോ, നിരാശയോ, അസഹായത, സഹായം കിട്ടാത്ത അവസ്ഥയോ, യാ ഉസ്കെ സങ്കടസേ, അദ്ദേഹത്തിൻ്റെ പ്രയാസമോ, നഹി ജാൻതേ തോ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, ഹം കുച്ച് നഹി ജാൻതേ, അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. പേര് മനസ്സിലാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സിലാക്കലാവില്ല. ജാതി മനസ്സിലാക്കലുകൊണ്ടോ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവി മനസ്സിലാക്കലുകൊണ്ടോ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കി എന്ന് പറയുന്ന കൂട്ടത്തിൽ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വേദനയും പ്രയാസവും വിഷമവും സങ്കടവും സഹായം കിട്ടാത്ത അവസ്ഥയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ മനസ്സിലാക്കി എന്ന് പറയാൻ കഴിയൂ എന്നാണ്. ഓക്കെ, എന്നിട്ട് പറയുന്നു കവി ബദാത്തെ ഹെ, കവി പറയുന്നു കി സടക്ക് പർ, റോഡിൻ്റെ മുകളിൽ, ഖായൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തി ജീവൻ കേലിയെ, ജീവന് വേണ്ടി, രോ രഹേ, റോഡിൻ്റെ മുകളിൽ മുറിവേറ്റ് രക്തത്തിൽ കുളിച്ച് ഒരാൾ ജീവന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പരന്തു എന്നാൽ, ഹം ഉസേ, ഒരുപാട് ആളുകൾ അത്തരം ആളുകളെ കാണുമ്പോൾ, ന ജാനേക്ക, അയ്യേ അദ്ദേഹത്തെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ബഹാന കർത്തെ, ഒഴിവ് കഴിവുകൾ പറയുന്നു. അദ്ദേഹത്തെ എനിക്കറിയില്ല, ഞാൻ നോക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ ഹതാശ് വ്യക്തിക്ക് സാമനെ, ഒരു അവശനായി കിടക്കുന്ന ഒരു മനുഷ്യനെ, ഹാത്ത് ബഡ്നേപ്പർ, അദ്ദേഹത്തിന് പോയി നമ്മൾ കൈ നീട്ടുമ്പോൾ, ദോനവും രണ്ടുപേരും ഏക് ദൂസരേക്കോ ജാൻനെ ലഗ്തേ, രണ്ടുപേരും ഒരാൾ മറ്റൊരാളെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ആ സമയത്താണ്. അപ്പോൾ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കലാണ് ഒരാളെ അറിയൽ എന്നാണ്. ഓക്കെ, ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ അയാളെ ഇദ്ദേഹവും രോഗിയും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. മുസീബത്തുമേ, പ്രയാസവും കഷ്ടപ്പാടും വരുമ്പോൾ, പടേ ലോകോംകോ, പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് ഹർ മനുഷ്യ കർത്തവ്യയെ, ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ്. ഇസ്ലിയേ ഹി, ഇതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യക്കോ, ഈ കവിത മനുഷ്യക്ക് തരഹ്, മനുഷ്യനെ പോലെ, ജാനേക്ക്, തിരിച്ചറിയാനുള്ള മനസ്സിലാക്കാനുള്ള, യാദ് ദിലാത്തിയെ, ഓർമ്മ തരുന്നവയാണ്. ഏറ്റവും മനോഹരമായ അർത്ഥവ്യാഖ്യാനമാണ് ഈ കവിതയ്ക്ക് നരേഷ് സക്സേന കൊടുത്തിരിക്കുന്നത്. മക്കളെ, ഈ സമയത്ത് ഈ ചാപ്റ്റർ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രസക്തമായ
പാഠമാണ്, ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നതിന് ആവശ്യമായി എല്ലാവരും എല്ലാ അർത്ഥത്തിലും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഈ കവിതയാണ് ഇത്രയും പ്രസക്തമായ ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ എല്ലാ രീതിയിലുള്ള നന്മയ്ക്കുതകുന്ന ഒരു കവിതയുടെ ടിപ്പണിയും കൂടിയാണിത്. അതുകൊണ്ട് വളരെ പ്രസക്തമായ, ആനുകാലിക പ്രസക്തമായ, ഏറ്റവും എക്കാലവും പ്രസക്തി അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാൻ കഴിയും. 2 മാർക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ഒന്നല്ല എഴുതാൻ പറ്റും, വാക്യപരിപാടി എഴുതാൻ പറ്റും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ മാർക്ക് നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ ബൈ.